Hi friends, welcome back to my channel. ഇന്ന് നമ്മളൊരു നോ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ആകാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂഡ് മേക്കപ്പ് ലുക്കാണ്. മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ തോന്നില്ല. അപ്പോൾ ഈ മേക്കപ്പ് എങ്ങനെ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വീഡിയോ. എൻ്റെ ഡ്രൈ സ്കിന്നിനെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് തോന്നിക്കാൻ വേണ്ടി ഞാനൊരു ഫേസ് ഓയിലാണ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. നൈക്കയുടെ സ്കിൻ പോർഷനാണിത്. ഇത് ആദ്യമായിട്ട് ഞാൻ പോർസ് ഉള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് പുറത്താണ് ഞാൻ ഫൗണ്ടേഷനും കൺസീലറും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അണ്ടർ ഐസിലെ ഡാർക്ക് സർക്കിൾ ഒന്ന് നന്നായിട്ട് മറയ്ക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു ഓറഞ്ച് കറക്റ്ററാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന് പുറത്താണ് ഞാൻ ഫൗണ്ടേഷനും കൺസീലറും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ റിംഗ് ഫിംഗർ വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. കെ ബ്യൂട്ടിയുടെ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ലോ കവറേജ് ആണ്. നമുക്ക് ബിൽഡപ്പ് ചെയ്ത് മീഡിയം കവറേജ് വരെ ആക്കിയെടുക്കാം. ഇത് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യാണ്. ഇത് ആദ്യം അപ്ലൈ ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കൺസീലർ അപ്പോൾ എനിക്ക് ഹെവി ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല. കാരണം ഫൗണ്ടേഷൻ കവർ ചെയ്യാത്ത കാര്യങ്ങൾ മാത്രം ഞാൻ കൺസീലർ വെച്ച് മറച്ചാൽ മതി. അപ്പം ആദ്യം ഞാൻ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. കുറച്ചുകൂടെ കവറേജ് വേണ്ട സ്ഥലത്ത് ഒന്ന് കൺസീൽ ചെയ്യാൻ വേണ്ടി ഞാൻ കൺസീലറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അണ്ടർ ഐസിലും പിന്നെ കുറച്ച് പിമ്പിൾ മാർക്സ് ഒക്കെ ഇപ്പോൾ എനിക്കുണ്ട്. അത് ഒക്കെ മറയ്ക്കാൻ വേണ്ടി ഞാനൊരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് കുറച്ച് കൺസീലർ യൂസ് ചെയ്താൽ മതിയാവും. ആദ്യം കൺസീലർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പം നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കൺസീലറിൻ്റെ ആ പ്ലേസ്മെൻറ്റ് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. കൺസീലർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ലൂസ് പൗഡറാണ് അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത്. മേബിലിൻ്റെ ഫിറ്റ് മീ ലൂസ് പൗഡറാണിത്. ഇത് ഞാൻ കണ്ണിൻ്റെ താഴെ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അടുത്തതായിട്ട് ഞാൻ കോൺടൂർ ചെയ്യാൻ വേണ്ടി കെ ബ്യൂട്ടിയുടെ കരാമൽ ഫോക്കസ് എന്ന ഷെയ്ഡിലുള്ള കോൺടൂർ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. കവിളെല്ലിന് താഴെയും പിന്നെ നോസിൻ്റെ രണ്ട് സൈഡിലും പിന്നെ ഹെയർ ലൈനിലുമാണ് ഞാൻ കോൺടൂർ ചെയ്യുന്നത്. ബെനിഫിറ്റ് കോസ്മെറ്റിക്സിൻ്റെ കാലിഫോർണിയ എന്ന് പറയുന്ന ഷെയ്ഡ് ബ്ലഷാണ് ഞാൻ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ നാച്ചുറലായിട്ട് തോന്നുന്നൊരു പീച്ചി പിങ്ക് ഷെയ്ഡാണ്. ഇത് വളരെ കുറച്ച് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ഒരു ഫ്ലഷ് ഓഫ് കളറിന് വേണ്ടി മാത്രം. അടുത്തതായിട്ട് ഫേസിൻ്റെ ഹൈ പോയിൻറ്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സെഫോറയുടെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ സട്ടിലായിട്ട് തോന്നുന്ന ഒരു ഹൈലൈറ്ററാണ്. ഡെയിലി വെയറിനും പറ്റിയൊരു ഹൈലൈറ്ററാണിത്. അപ്പോൾ കവിളെല്ലിൻ്റെ പുറത്തും പിന്നെ നോസിൻ്റെ ബ്രിഡ്ജിലും ഒക്കെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് മാക്കിൻ്റെ പെയിൻറ്റ് പോട്ട് ലെയിൻ ലോ എന്ന് പറയുന്ന ഷെയ്ഡ് ഞാൻ എൻ്റെ ഐ ലിഡ്സിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇതൊരു ക്രീം ഐ ഷാഡോ ആണ്, മാറ്റ് ഫിനിഷാണ്, വളരെ നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു ഷെയ്ഡാണ് എൻ്റെ സ്കിൻ ടോണിന്. അപ്പോൾ ഡിസ്കളറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ടൊരു ബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാൻ ബ്രോസ് ഫില്ല് ചെയ്യാണ്. വളരെ നാച്ചുറലായിട്ട് തോന്നുന്ന പോലെയാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. ഒരുപാട് വരച്ച് കൃത്രിമമായിട്ട് തോന്നാൻ വേണ്ടി ഞാൻ ഷേപ്പ് ചെയ്യാറില്ല. അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ ബ്രോ വിസ് എന്ന് പറയുന്ന
ഐബ്രോ പെൻസിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. വളരെ നാച്ചുറലായിട്ട് തോന്നുന്നൊരു ഗ്രേഷ് ബ്രൗൺ ഷെയ്ഡാണിത്. അടുത്തതായിട്ട് ഐ ലാഷസിന് നല്ല വോളിയം തോന്നാൻ വേണ്ടി ഞാൻ മേബിലിൻ്റെ ഫോൾസീസ് ലാഷ് ഫിറ്റ് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരുപാട് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇഫക്റ്റ് ഒന്നും കൊടുക്കില്ല, പക്ഷേ അത്യാവശ്യം നല്ല വോളിയം നമ്മുടെ ലാഷസിന് കൊടുക്കും. അപ്പോൾ ഡെയിലി വെയറിനൊക്കെ പറ്റിയൊരു മസ്കാരയാണിത്. ഒരുപാട് പാർട്ടി വെയറിന് ഡ്രമാറ്റിക് മേക്കപ്പിനൊന്നും പറ്റിയ മസ്കാരയല്ല, പക്ഷേ എങ്കിലും ഡെയിലി വെയറിന് പറ്റിയൊരു മസ്കാരയാണ്. നാച്ചുറലായിട്ട് തോന്നാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കെ ബ്യൂട്ടിയുടെ ലിപ് ലൈനർ ഹൈപ്പ് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ ലിപ്സ് ലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ ഞാൻ ലിപ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറത്താണ് ഞാൻ ഇനി ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ലിപ് കളർ ഏത് യൂസ് ചെയ്യണം എന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ നൈക്കയുടെ മാറ്റ് ലാസ്റ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്സിലെ ബോംബെയും മദ്രാസ് കാപ്പിയും അപ്ലൈ ചെയ്ത് നോക്കി. ആദ്യം ബോംബെയാണ് ഞാൻ ട്രൈ ചെയ്തത്. ഇത് വളരെ മൈൽഡായിട്ട് മ്യൂട്ടഡ് ആയിട്ട് തോന്നുന്നൊരു പീച്ചി കളറാണ്. അപ്പോൾ ആദ്യം ഞാനിത് അപ്ലൈ ചെയ്തപ്പോൾ വളരെ പെയിലായിട്ട് തോന്നി, കാരണം നമ്മുടെ മുഖത്ത് വേറെ കളറൊന്നും നമ്മൾ അധികം അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്കിത് ഒന്ന് മാറ്റിയാൽ കൊള്ളാം തോന്നി. അങ്ങനെ ഞാൻ മദ്രാസ് കാപ്പിയാണ് ഫൈനലി അപ്ലൈ ചെയ്തത്. ഇതെനിക്ക് കുറച്ച് കൂടുതൽ അങ്ങ് പെയിലായിട്ട് തോന്നി, പക്ഷേ ഈ ക്യാമറയിൽ കാണുമ്പം അത്ര കുഴപ്പമില്ല, പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അത് ഭയങ്കര പെയിലായിരുന്നു. അപ്പം ഞാൻ അടുത്തതായിട്ട് മദ്രാസ് കാപ്പിയാണ് ഇതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. വളരെ നാച്ചുറൽ ആയിട്ട് തോന്നുന്നൊരു മേക്കപ്പാണ്. ഓഫീസിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണിത്. ഒരുപാട് ഫ്ലാഷി ആയിട്ടുള്ള കളേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഐസ് എല്ലാം ഭയങ്കര സിമ്പിളാണ്. ആകെ ഒരു ഐ ഷാഡോയും മസ്കാരയും മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ ഐലൈനറും യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ ഐലൈനർ യൂസ് ചെയ്തിട്ടില്ല. അതില്ലാതെ തന്നെ നമ്മുടെ മേക്കപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.